ഹായ് ഓൾ, വെൽക്കം ടു മൈ മെന്റർ PSC ആപ്പ്. ഇന്ന് നമ്മൾ പാരീസ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫെയർസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ എക്സാമുകളൊക്കെ നോക്കുമ്പോൾ LGS എക്സാമൊക്കെ നോക്കുമ്പോൾ 2 ചോദ്യങ്ങളാണ് നമുക്ക് പാരീസ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഷുവറായിട്ട് വരുന്ന എക്സാമുകൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പാരീസ് ഒളിമ്പിക്സ്. ഇനി വരാൻ പോകുന്ന എക്സാമുകൾ, അതായത് LGS എക്സാം ഉണ്ട്, 10th പ്രിലിംസ് ഉണ്ട്, ഏത് എക്സാമുകളിലും പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ കറണ്ട് അഫെയർസ് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നമുക്ക് പാരീസ് ഒളിമ്പിക്സ് നോക്കാം. 2024 നടന്ന ഒളിമ്പിക്സ് അല്ലേ, അത് എവിടെ വെച്ചാണ് നടന്നത് എന്നുള്ളതാണ്. നമുക്ക് പേര് വെച്ച് തന്നെയാണ് നമ്മൾ ആ ഒളിമ്പിക്സിൻ്റെ സ്ഥലം പഠിക്കുന്നത്. എവിടെയാണ്? പാരീസിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ 2024 ഒളിമ്പിക്സ് അതിന് ആതിഥേയം വഹിച്ച നഗരം ഏതാണ് എന്ന് ചോദിച്ചാൽ അല്ലേ, ആതിഥേയം വഹിച്ച നഗരം ഏതാണ് എന്ന് ചോദിച്ചാൽ ഫ്രാൻസിലെ പാരീസ് ആണ് അല്ലേ. ഫ്രാൻസിലെ പാരീസിൽ വെച്ചാണ് 2024 എന്ത് നടന്നിട്ടുള്ളത്? ഒളിമ്പിക്സ് ഗെയിം നടന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2024 നടന്ന ഒളിമ്പിക്സ് എത്രാമത്തെ എഡിഷൻ ആണ് എന്നുള്ളത് നമ്മൾ അറിയണം. എത്രയാണ്? 33ാമത്തെ എഡിഷനാണ്. അപ്പോൾ 2024 ഒളിമ്പിക്സിൻ്റെ 33ാമത്തെ എഡിഷൻ എവിടെ വെച്ച് നടന്നു? എവിടെ? ഫ്രാൻസിലെ പാരീസിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ 2024 ഒളിമ്പിക്സ്, ഇതിന് മുമ്പ് ഫ്രാൻസിൽ വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒളിമ്പിക്സ് നടന്നിട്ടുണ്ടോ? ഉണ്ട്, 2 വട്ടം. ഇത് 3ാമത്തെ തവണയാണ് ഫ്രാൻസിൽ വെച്ച് ഒളിമ്പിക്സ് നടക്കുന്നത്. ആദ്യം എപ്പോഴായിരുന്നു? 1990-ലും 1924-ലും എന്ത് നടന്നിട്ടുണ്ട്? ഈ പറയുന്ന ഒളിമ്പിക്സ് ഫ്രാൻസിൽ വെച്ച് നടന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ 33ാം എഡിഷനാണ്, പാരീസിൽ വെച്ച് നടന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ ഒളിമ്പിക്സുകൾക്കും ഒരു മുദ്രാവാക്യം ഉണ്ടാകും. ഇതിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം. എന്തായിരുന്നു? ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നായിരുന്നു ഒളിമ്പിക്സ് 2024 മുദ്രാവാക്യം എന്ന് പറയുന്നത്. 2024 ഒളിമ്പിക്സ് എന്ന് മുതൽ എന്ന് വരെയാണ് നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം. എന്ന് തൊട്ടാണ്? 2024 ജൂലൈ മാസം 26 മുതൽ ഓഗസ്റ്റ് മാസം 11 തീയതി വരെ. 2024 ജൂലൈ മാസം എന്ന് തൊട്ട് 26 മുതൽ ഓഗസ്റ്റ് മാസം 11 തീയതി വരെയാണ് 2024 പാരീസ് ഒളിമ്പിക്സ് നടന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 26-നാണ് ഒഫീഷ്യലായിട്ട് എന്ത് ചെയ്യുന്നത്? ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. 2024 ജൂലൈ മാസം 26-നാണ് ഒഫീഷ്യലായിട്ട് 2024 പാരീസ് ഒളിമ്പിക്സ് എന്ത് ചെയ്യുന്നത്? ഉദ്ഘാടനം നടക്കുന്നത്. അപ്പോൾ അതിൽ 24 തീയതി മുതൽ, ജൂലൈ 24 തീയതി മുതൽ ചെറിയ ഇവന്റുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലി 26 തീയതി മുതൽ ഓഗസ്റ്റ് 11 തീയതി വരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഉദ്ഘാടന ചടങ്ങും സമാപന ചടങ്ങും ഒക്കെ നടത്തി ഒളിമ്പിക്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എവിടെ വെച്ചാണ് ഈ പറയുന്ന ഉദ്ഘാടനം നടന്നിട്ടുള്ളത് എന്നാണ്. ചരിത്രത്തിൽ ആദ്യമായി സ്റ്റേഡിയത്തിന് പുറത്ത് ഉദ്ഘാടനം നിർവഹിച്ച ഒരു ഒളിമ്പിക്സ് ആണ് 2024 എന്ത് ഒളിമ്പിക്സ്? പാരീസ് ഒളിമ്പിക്സ്. അപ്പോൾ അത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ജാൻഡീൻസ് ഡു ട്രോക്കോഡോറോ എന്ന് പറയുന്ന സ്ഥലത്തെ സീൻ നദിയാണ്. അപ്പോൾ നദിയിലൂടെയാണ് നമ്മൾ ആ ഒളിമ്പിക്സിന്റെ ഇനാഗുറേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, നദിയിലൂടെയാണ് അല്ലെ, സീൻ നദിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന രാജ്യങ്ങൾ കടന്നു വന്നത്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ആ ഉദ്ഘാടന വേദിയിലേക്ക് അല്ലെങ്കിൽ ആ ഒളിമ്പിക്സിന്റെ വേദിയിലേക്ക് കടന്നു വന്നത് ഈ നദിയിലൂടെയാണ്. അപ്പോൾ അത് ഫ്രാൻസിലെ സീൻ നദിയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഉദ്ഘാടന ചടങ്ങ് എന്ത് ചെയ്തിട്ടുള്ളത്? നടന്നിട്ടുള്ളത്. ഇതിന് ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഇമ്മാനുവൽ മാക്രോൺ ആണ് 2024 ഒളിമ്പിക്സ് എന്ത് ചെയ്തിട്ടുള്ളത്? ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെവിടെ നടന്നു എന്നുള്ളത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേഡിയത്തിന് പുറത്ത് എന്ത് ചെയ്യുന്നത്? ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നടത്തുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ അത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനിയും സമാപന ചടങ്ങ് അല്ലേ. ഓഗസ്റ്റ് 11 തീയതി വരെ എന്തുണ്ടായിരുന്നു? ഈ പറയുന്ന മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സമാപന ചടങ്ങ് വരുന്നത്. എവിടെയാണ്? സ്റ്റേറ്റ് ഡി ഫ്രാൻസ് എന്ന് പറയുന്ന
നാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്, സ്റ്റേറ്റ് ഡി ഫ്രാൻസ് എന്ന സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഇതിന്റെ സമാപന ചടങ്ങുകളൊക്കെ നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 33ാമത്തെ എഡിഷൻ പാരീസ് ഒളിമ്പിക്സ് 2024 ജൂലൈ മാസം 26-ാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം 11-ാം തീയതി വരെയാണ് നടന്നിട്ടുള്ളത്. എവിടെ വെച്ചാണ് ഉദ്ഘാടനം നടന്നത്? സീൻ നദിയിലാണ് ഉദ്ഘാടനം നടന്നത്. അത് ഉദ്ഘാടനം ചെയ്ത വ്യക്തിയുടെ പേരെന്താണ്? ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ആണ് ഉദ്ഘാടനം ചെയ്തത്. സമാപന ചടങ്ങ് നടന്നത് സ്റ്റേറ്റ് ഡി ഫ്രാൻസ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ മുദ്രാവാക്യം എന്താണ്? ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നുള്ളതാണ് മുദ്രാവാക്യം. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ഒരു ഔദ്യോഗിക ഗാനം ഉണ്ടായിരുന്നു അല്ലെ, ഒളിമ്പിക്സിന് ഔദ്യോഗികമായിട്ടൊരു ഗാനം ഉണ്ടായിരുന്നു. ആ ഗാനത്തെ ഹലോ വേൾഡ് എന്നാണ് പേര് പറയുന്നത്. എന്താണ്? ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക ഗാനം എവിടെ ഉണ്ടായിരുന്നു? പാരീസ് ഒളിമ്പിക്സിന് ഉണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റ് 2024 ഒളിമ്പിക്സിന്റെ ദീപശിഖ യാനം നിർവഹിച്ചത്, അതായത് കോൾഡ്രോൺ എന്ന് പറയുന്നത്, അതായത് ദീപശിഖ യാനം നിർവഹിച്ചത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ എന്താണ്? ഫ്രഞ്ച് താരങ്ങളായിട്ടുള്ള ടെഡി റൈനറും അതുപോലെ തന്നെ മേരി ജോസ് പെരേക്കുമാണ്. ടെഡി റൈനറും അതുപോലെ തന്നെ എന്താണ്? മേരി ജോസ് പെരേക്കും ചേർന്നിട്ടാണ് ദീപശിഖായാനം നിർവഹിച്ചിട്ടുള്ളത് 2024. ഓക്കെ ആണല്ലോ. ഒളിമ്പിക്സിന്റെ 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖായാനം നിർവഹിച്ചിട്ടുള്ളത് ആരൊക്കെയാണ്? ടെഡി റൈനറും മേരി ജോസ് പെരേക്കും ചേർന്നാണ്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എത്ര രാജ്യങ്ങളല്ല, നമ്മൾ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് ആരൊക്കെയാണ്? ഒളിമ്പിക്സ് കമ്മിറ്റികളാണ്. എല്ലാ രാജ്യങ്ങൾക്കും ഒളിമ്പിക്സ് കമ്മിറ്റികൾ ഉണ്ടാവും. അങ്ങനെ 204 ഒളിമ്പിക്സ് കമ്മിറ്റികളിൽ നിന്നാണ് ഈ പ്രാവശ്യം ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുള്ളത്? പങ്കാളിത്തം ഉണ്ടായിട്ടുള്ളത്. 204 റഷ്യയ്ക്കും ബെലാറസിനും വിലക്ക് ഏർപ്പെടുത്തിയത് കൊണ്ട് തന്നെ മൊത്തം 206 അത് വിലക്ക് ഏർപ്പെടുത്തിയുകൊണ്ട് 204 കമ്മിറ്റികളിൽ നിന്നാണ് ഇത്തവണ ഒളിമ്പിക്സിൽ എന്തുണ്ടായിരുന്നത്? പ്രാതിനിധ്യം ഉണ്ടായിരുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, 32 കായിക ഇനങ്ങളിലായി 329 മത്സരങ്ങളാണ് ഈ പറയുന്ന 2024 ഒളിമ്പിക്സിൽ നടന്നിട്ടുള്ളത്. മൊത്തം എത്ര ഇനങ്ങളാണ്? 32 കായിക ഇനങ്ങളിലായിട്ട് എത്ര മത്സരങ്ങൾ? 324 കായിക മത്സരങ്ങളാണ് ഈ പ്രാവശ്യം ഒളിമ്പിക്സിൽ നടന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. ഒളിമ്പിക്സ് 2024 ഭാഗ്യ ചിഹ്നം ഏതാണ്? ഫ്രീജസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ഫ്രീജസ് എന്നാണ് ഒളിമ്പിക്സ് 2024 ഭാഗ്യ ചിഹ്നം. ഔദ്യോഗിക ഗാനം ഉണ്ടായിരുന്നു, അതെന്തായിരുന്നു? ഹലോ വേൾഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഭാഗ്യ ചിഹ്നം ഏതാണ് എന്ന് ചോദിച്ചാൽ ഫ്രീജസ് ആണ്. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി ധരിച്ചിരുന്ന തൊപ്പിയിൽ നിന്നാണ് ഭാഗ്യചിഹ്നമായിട്ടുള്ള ഈ പറയുന്ന ഫ്രീജസ് രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇതാണ് എന്താ? പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നമായിട്ടുള്ള ഫ്രീജസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്തൊക്കെയാണ്? ഗാനം ഹലോ വേൾഡ് ആയിരുന്നു, ഭാഗ്യചിഹ്നം ഫ്രീജസ് ആയിരുന്നു, ടെഡി റൈനർ അതുപോലെ തന്നെ മേരി ജോസ് പെരേക്കും ചേർന്നിട്ടാണ് ദീപശിഖായാനം നിർവഹിച്ചിട്ടുള്ളത്. പ്രധാനമായ മറ്റു പോയിന്റ് എന്താണ്? 32 കായിക ഇനങ്ങളിലായി 329 മത്സരങ്ങൾ, അതുപോലെ തന്നെ 204 ഒളിമ്പിക് കമ്മിറ്റികളിൽ നിന്ന് എന്തുണ്ടായിരുന്നു? പങ്കാളിത്തം ഉണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒളിമ്പിക്സിന്റെ ലോഗോയെ കുറിച്ചാണ്. ഈ ലോഗോ ഇതാണ് പാരീസ് ഒളിമ്പിക്സ് 2024 ലോഗോ എന്ന് പറയുന്നത്. ഇത് ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് സിൽവൻ ബോയർ. എന്താണ്? സിൽവൻ ബോയർ ആണ്. 2024 ഒളിമ്പിക്സിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? സിൽവൻ ബോയർ ആണ്. സിൽവൻ ബോയർ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താണ് പേര്? സിൽവൻ ബോയർ ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രാഥമികമായിട്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. അതാണെങ്കിൽ എവിടെയാണ്? ജൂലൈ 26 മുതൽ ജൂലൈ 26 മുതൽ എത്ര വരെ? എവിടെ വരെ? ഓഗസ്റ്റ് മാസം 11 വരെ എന്തുണ്ടായിരുന്നു? മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മത്സരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ലിസ്റ്റ്, മെഡൽ കാറ്റഗറി ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1ാം സ്ഥാനം, ഈ പാരീസ് ഒളിമ്പിക്സിൽ 1ാം സ്ഥാനം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് USA-ക്കാണ് 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അവർക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 126 ആണ്. നമ്മൾ എക്സാമിന് കൃത്യമായിട്ട് മെഡലുകളുടെ എണ്ണമൊക്കെ പഠിച്ചു പോകണം. കഴിഞ്ഞ എക്സാമിനൊക്കെ കൃത്യമായി എത്ര സ്വർണ്ണ മെഡൽ ലഭിച്ചു, എത്ര വെള്ളി ലഭിച്ചു എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് കൃത്യമായി പഠിക്കണം. USA-ക്ക് 124 മെഡലുകൾ ലഭിച്ചു. അതിൽ 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം. ഓക്കെ അല്ലേ? 40 സ്വർണം ലഭിച്ചു, 44 വെള്ളി ലഭിച്ചു, 42 വെങ്കലവും ലഭിച്ച് 126 മെഡലുകളുമായി പാരീസ് ഒളിമ്പിക്സിൽ 1ാം സ്ഥാനം ആർക്ക് ലഭിച്ചു? USA കൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ 2ാമത്തെ സ്ഥാനം ആർക്കാണ്?
ചൈനയ്ക്കാണ്. രണ്ടാമത്തെ സ്ഥാനം ആർക്കാണ്? ചൈനയ്ക്കാണ്. 91 മെഡലുകളാണ്. രണ്ടാം സ്ഥാനം ചൈന, 91 മെഡലുകളാണ്. 40 സ്വർണം, 27 വെള്ളി, 24 വെങ്കലം. ഓക്കെ, 40 സ്വർണം, 27 വെള്ളി, 24 വെങ്കലങ്ങളുമായി 91 സ്വർണത്തോടുകൂടി ചൈന എത്രാം സ്ഥാനം? രണ്ടാം സ്ഥാനം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ചൈനയ്ക്ക് ലഭിച്ച സ്വർണത്തിന്റെ എണ്ണം സെയിം ആണ്, 40 സ്വർണം. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? 40 സ്വർണം. അമേരിക്കയും അതുപോലെ തന്നെ ചൈനയ്ക്ക് ലഭിച്ച സ്വർണം എത്രയാണ്? 40 സ്വർണമാണ്. അടുത്തത് മൂന്നാം സ്ഥാനത്തേക്ക് വരുമ്പോൾ ആർക്കായിരുന്നു? ജപ്പാനാണ്. 45 മെഡലുകളുമായിട്ട് ജപ്പാൻ മൂന്നാം സ്ഥാനത്ത്. 20 സ്വർണം, 12 വെള്ളി, 13 വെങ്കലം. 20 സ്വർണം, 12 വെള്ളി, 13 വെങ്കലവുമായി ജപ്പാൻ എത്രാം സ്ഥാനത്തായി? മൂന്നാം സ്ഥാനത്തായി. അപ്പോൾ 1, 2, 3 സ്ഥാനം. ഒന്നാം സ്ഥാനം USA എത്ര മെഡൽ? 126, 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം. രണ്ടാം സ്ഥാനം ചൈനയ്ക്ക് 91 മെഡലുകളാണ്, 40 സ്വർണം, 27 വെള്ളി, 24 വെങ്കലം. മൂന്നാം സ്ഥാനം ആർക്കാണ്? ജപ്പാനാണ്. ജപ്പാന്റെ എത്ര മെഡലുകളാണ്? 45 മെഡൽ ലഭിച്ചിട്ടുണ്ട്. 20 സ്വർണം, 12 വെള്ളി, 13 വെങ്കലം. ആ മെഡൽ ലിസ്റ്റിലുള്ള ആ ഒരു മെഡലിന്റെ എണ്ണമൊക്കെ ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒളിമ്പിക്സിലെ വേഗതയേറിയ താരങ്ങളായിട്ട് തിരഞ്ഞെടുത്തത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? രണ്ട് ഇത് പഠിക്കണം. പുരുഷന്മാരുടേതും പഠിക്കണം, വനിതകളിലും പഠിക്കണം. പുരുഷന്മാരുടെ നമ്മൾ ഈ കഴിഞ്ഞ ഒരു LGS എക്സാമിന് കണ്ടു കഴിഞ്ഞു അല്ലെ, വേഗതയേറിയ താരം ആരായിരുന്നു എന്നുള്ളത്. 100 മീറ്റർ ഓട്ടം, പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടം വെച്ചിട്ട് സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തിയാണ് നോഹ ലൈൽസ് എന്ന് പറയുന്നത്. നോഹ ലൈൽസ് ആണ് എന്ത് ഈ പറയുന്ന പുരുഷന്മാരുടെ വേഗതയേറിയ താരമായി ഓടിയെത്തിയ ആൾ അല്ലെ. അത് അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. എത്ര സമയം കൊണ്ടാണ്? വേഗതയേറിയ താരം എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ സമയമാണ്, 9.79 സെക്കൻഡാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? 100 മീറ്റർ, പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിൽ കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ, വനിതകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയ വ്യക്തി ജൂലിയൻ ആൽഫ്രഡ് ആണ്. എന്താണ്? ജൂലിയൻ ആൽഫ്രഡിനാണ് സ്വർണ്ണ മെഡൽ നേടിയത്. രാജ്യം സെന്റ് ലൂസിയ, കരീബിയൻ ദ്വീപായിട്ടുള്ള സെന്റ് ലൂസിയയിൽ നിന്നുള്ള ആർക്കാണ്? ജൂലിയൻ ആൽഫ്രഡിനാണ് വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിൽ സ്വർണം ലഭിച്ചത്. സമയം 10.72 സെക്കൻഡ് ആണ്. സമയം എത്രയാണ്? 10.72 സെക്കൻഡ് ആണ്. പുരുഷന്മാരുടെ ഓട്ടത്തിൽ നോഹ ലൈൻസ് ആണ്, വനിതകളാണെങ്കിൽ ആരാണ്? ജൂലിയൻ ആൽഫ്രഡ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അതാ അവർ രണ്ടുമാണ് ഈ പറയുന്ന 2024 ഒളിമ്പിക്സിലെ വേഗതയേറിയ താരങ്ങൾ. ക്ലിയർ ആണല്ലോ? നമുക്കിനി ഇന്ത്യയിലേക്ക് വരാം അല്ലേ. അപ്പൊ ഇന്ത്യയും ഒളിമ്പിക്സ് 2024 എന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം എത്രയാണ്? 117 പേരാണ്. 117 പേരാണ് ഈ പറയുന്ന 2024 ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തിട്ടുള്ളത്. ഇന്ത്യ ഈ ഒളിമ്പിക്സിൽ നേടിയ മെഡലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. അപ്പം അത് നിങ്ങൾ കൃത്യമായി പഠിക്കുക. എത്ര മെഡലുകൾ നേടി, എത്ര വെള്ളി നേടി, വെങ്കലം നേടി, സ്വർണ്ണം ഉണ്ടോ, ഇതൊക്കെ നമുക്ക് പഠിക്കാം. അതിൽ ഒരു വെള്ളിയാണ്, 5 വെങ്കലങ്ങളും നേടി. ഒരു വെള്ളിയും 5 വെങ്കലവും നേടി 6 മെഡലുകളാണ് ഇന്ത്യക്ക് ഈ പറയുന്ന 2024 ഒളിമ്പിക്സ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 71 ആണ്. എത്രയാണ്? 71ാം സ്ഥാനമാണ്. കൃത്യമായി ആ പൊസിഷൻ നിങ്ങൾ പഠിക്കുക. 71ാം സ്ഥാനമാണ്. 6 മെഡലുകൾ ലഭിച്ചു ആണല്ലോ. ഉദ്ഘാടന ചടങ്ങിലേക്ക് വന്നാൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏന്തിയത് PV സിന്ധുവും അതുപോലെ തന്നെ ശരത് കമാലുമാണ്. ഓക്കെ, അപ്പോൾ PV സിന്ധു എന്ന് പറയുന്ന ബാഡ്മിന്റൺ താരവും അതുപോലെ തന്നെ ടേബിൾ ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള ആരാണ്? അജാന്ത ശരത് കമൽ എന്ന് പറയുന്ന വ്യക്തിയും ചേർന്നിട്ടാണ് ഉദ്ഘാടന ചടങ്ങിൽ എന്ത് ചെയ്തത്? പതാക ഏന്തിയത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ സമാപന ചടങ്ങിലേക്ക് വരുമ്പോൾ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ വ്യക്തി ആരൊക്കെയാണ്? ഷൂട്ടിംഗ് താരമായിട്ടുള്ള മനു ഭാക്കർ, അതുപോലെ തന്നെ ഹോക്കി താരമായിട്ടുള്ള PR ശ്രീജേഷും ചേർന്നിട്ടാണ്. ആ 2 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. എന്താണ്? PV സിന്ധുവും ശരത് കമലും ചേർന്നിട്ടാണ് ഉദ്ഘാടന ചടങ്ങിൽ എന്ത് ചെയ്യുന്നത്? പതാക ഏന്തിയതെങ്കിൽ സമാപന ചടങ്ങിൽ മനു ഭാക്കറും PR ശ്രീജേഷുമാണ് പതാക ഏന്തിയത്. ക്ലിയർ ആണല്ലോ? ഇന്ത്യയിൽ എത്രാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്? 71ാമത്തെ സ്ഥാനമാണ്. പിന്നെ ഈ മെഡലുകളുടെ ലിസ്റ്റ് നമ്മൾ പഠിക്കണം അല്ലേ? മെഡലുകളുടെ ലിസ്റ്റ് നമ്മൾ പഠിക്കണം. ഇന്ത്യക്ക് എത്ര മെഡലുകളാണ് 2024 ഒളിമ്പിക്സ് ലഭിച്ചിട്ടുള്ളത്? 6 മെഡലുകളാണ് ലഭിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ആ മെഡലുകൾ ലഭിച്ച എത്ര മെഡലുകളാണ്, ഏതൊക്കെയാണ്, ആരൊക്കെയാണ് ഈ മെഡലിൽ നേടിയിട്ടുള്ളത് നോക്കാം. ആദ്യം നമുക്ക് വെള്ളി മെഡൽ നോക്കാം. വെള്ളി മെഡൽ ലഭിച്ചിരിക്കുന്ന വ്യക്തി ആരാണ്? നീരജ് ചോപ്രയ്ക്കാണ്. നമുക്കറിയാം ആരാണ്? നീരജ് ചോപ്രയ്ക്കാണ് ഏത് മെഡല്?
വെള്ളി മെഡൽ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അത് ഏത് ഐറ്റത്തിനാണ്, ഏത് വിഭാഗത്തിലാണ് എന്ന് ചോദിച്ചാൽ അത് ജാവലിൻ ത്രോ ആണ്. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിലാണ് ആർക്ക് വെള്ളി മെഡൽ ലഭിച്ചത്? നമ്മുടെ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ ലഭിച്ചത്. അപ്പൊ അതാണ് നമുക്ക് ആകെ ഒരു വെള്ളിയേ ഉള്ളൂ. ആ ഒരൊറ്റ വെള്ളി ആർക്ക് ലഭിച്ചു? നീരജ് ചോപ്രയ്ക്ക് ലഭിച്ചു. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നമുക്ക് വെങ്കലമാണ്. ബാക്കി 5 എണ്ണം വെങ്കലമാണ്. അപ്പൊ ആദ്യം നമുക്ക് മനു ഭാക്കർ നോക്കാം. മനു ഭാക്കർ എന്ന് പറയുന്ന ഷൂട്ടിംഗ് താരത്തിന് എന്ത് ലഭിച്ചു? വെങ്കലം ലഭിച്ചു. അപ്പൊ അത് ഏത് ഐറ്റത്തിനായിരുന്നു? ഏത് വിഭാഗമാണ്? ഷൂട്ടിങ്ങിനാണ്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റലിലാണ്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റലില് എന്ത് നേടി? വെങ്കല മെഡൽ ലഭിച്ചു മനു ഭാക്കറിന്. മനു ഭാക്കറിന് ഒരു വെങ്കലമായി. ഒരു വെങ്കലം കൂടിയുണ്ട് മനു ഭാക്കറിന്റെ പേരില്. അത് മനു ഭാക്കറും സരബ്ജോത് സിംഗുമായിട്ട് ചേർന്നിട്ടുള്ള ഏതിനാണ്? ഷൂട്ടിങ്ങിനാണ്. ഓക്കെ. അപ്പൊ മനു ഭാക്കറും സരബ്ജോത് സിംഗുമായി ചേർന്നിട്ട് പുരുഷ വനിതാ സമ്മിശ്ര 10 മീറ്റർ എയർ പിസ്റ്റൽ, പുരുഷ വനിതാ സമ്മിശ്ര 10 മീറ്റർ എയർ പിസ്റ്റലില് ആർക്കൊക്കെയാണ്? മനു ഭാക്കറിനും സരബ്ജോത് സിംഗിനും എന്ത് ലഭിച്ചിട്ടുണ്ട്? വെങ്കല മെഡൽ ലഭിച്ചു. അപ്പൊ മനു ഭാക്കറിന് സിംഗിളായിട്ടും വനിതകളുടെ വിഭാഗത്തിൽ ലഭിച്ചു. പുരുഷ വനിതാ വിഭാഗത്തിന്റെ കൂടെയും എന്ത് ചെയ്തിട്ടുണ്ട്? വെങ്കല മെഡൽ ലഭിച്ചു. ഓക്കെ. അടുത്തത് സ്വപ്നിൽ കുശാലയാണ്. ആരാണ്? സ്വപ്നിൽ കുശാലയാണ്. സ്വപ്നിൽ കുശാലയ്ക്ക് വെങ്കല മെഡൽ ലഭിച്ചു. ഏതിനാണ്? പുരുഷ 50 മീറ്റർ റൈഫിളാണ്. പുരുഷ 50 റൈഫിൾ മീറ്റർ 50 മീറ്റർ റൈഫിൾ പൊസിഷൻ വിഭാഗത്തിൽ എന്ത് ലഭിച്ചു? സ്വപ്നിൽ കുശാലയ്ക്ക് വെങ്കല മെഡൽ ലഭിച്ചു. അപ്പോൾ ഇതും ഷൂട്ടിംഗ് താരമാണ് അല്ലേ? മനു ഭാക്കർ, സരബ്ജോത് സിംഗ്, സ്വപ്നിൽ കുശാലയൊക്കെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ആ വിഭാഗത്തിൽ മത്സരിച്ച വ്യക്തികളാണ്. ക്ലിയർ ആണല്ലോ. അപ്പം വെങ്കല മെഡലാണ്. മറ്റൊരു വെങ്കല മെഡൽ ആർക്ക് നേടി? ഹോക്കി. ഇന്ത്യൻ ഹോക്കിക്ക് എന്ത് നേടി? വെങ്കല മെഡൽ ലഭിച്ചു. അത് പുരുഷ ഫീൽഡ് ഹോക്കിയിലാണ് ലഭിച്ചിട്ടുള്ളത്. അവിടെയും വെങ്കലമാണ്. ഇനിയുള്ളത് അമൻ സെഹ്റാവത്ത് ആണ്. ഗുസ്തി താരമായിട്ടുള്ള അമൻ സെഹ്റാവത്തിന് വെങ്കല മെഡൽ ലഭിച്ചു. ഏതാണ്? പുരുഷ ഗുസ്തിയിലാണ്. 57 കിലോഗ്രാം. പുരുഷ ഗുസ്തിയുടെ 57 കിലോഗ്രാമിൽ അമൻ സെഹ്റാവത്തിന് എന്ത് ലഭിച്ചു? വെങ്കലം ലഭിച്ചു. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യ ഒളിമ്പിക്സ് 2024 നേടിയ മെഡൽ നേട്ടങ്ങളും അതുപോലെ തന്നെ വ്യക്തികളും. ഒന്ന് നീരജ് ചോപ്ര വെള്ളി ലഭിച്ചു. വെങ്കലം മനു ഭാക്കറിനുണ്ട്. അതുപോലെ തന്നെ മനു ഭാക്കറും സരബ്ജോത് സിംഗുമായിട്ട് ചേർന്നിട്ടുള്ള പുരുഷ വനിതാ സമ്മിശ്ര എയർ പിസ്റ്റലിലുണ്ട്. പിന്നൊന്ന് സ്വപ്നിൽ കുശാലയാണ്. മറ്റൊന്നാരാണ്? ഇന്ത്യൻ ഹോക്കി ടീമിന് വെങ്കലം ലഭിച്ചു. ഗുസ്തി താരമായിട്ടുള്ള അമൻ സെഹ്റാവത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? നമ്മുടെ വെങ്കലം ലഭിച്ചു. അതുപോലെ അങ്ങനെ 1, 2, 3, 4, 5 വെങ്കലവും ഒരു വെള്ളിയുമായിട്ട് മൊത്തം 6 മെഡലുകളാണ് ആരിൽ നേടിയിട്ടുള്ളത്? ഇന്ത്യ നേടിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് ഇന്ത്യയുടെ മെഡൽ എന്ന് പറയുന്ന മെഡൽ ലഭിച്ച വ്യക്തികൾ. ഇത് നമുക്ക് ഓരോരുത്തരെയായിട്ട് നോക്കാം. മെഡൽ ലഭിച്ച ഓരോരുത്തരെയായിട്ട് നോക്കാം. ആദ്യം നമുക്ക് നീരജ് ചോപ്രയെ നോക്കാം. നീരജ് ചോപ്രയ്ക്ക് ഈ ഒളിമ്പിക്സിൽ എന്താ ലഭിച്ചിട്ടുള്ളത്? വെള്ളി മെഡലാണ് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ഒരേ ഒരു വെള്ളി മെഡൽ നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നീരജ് ചോപ്ര. നീരജ് ചോപ്രയ്ക്ക് കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഗോൾഡ് ആയിരുന്നു. ഇത്തവണ വെള്ളിയാണ്. അപ്പൊ ഇന്ത്യയുടെ ഒരേ ഒരു വെള്ളി മെഡൽ ജേതാവാണ് ആരെന്ന് പറയുന്നത്? നീരജ് ചോപ്ര എന്ന് പറയുന്ന വ്യക്തി. ക്ലിയർ ആണല്ലോ. അപ്പോൾ അദ്ദേഹം മത്സരിച്ചത് ഏത് ഐറ്റത്തിനായിരുന്നു? ഏത് സ്പോർട്സിനായിരുന്നു? പുരുഷ ജാവലിൻ ത്രോയ്ക്കായിരുന്നു. അപ്പൊ പുരുഷ ജാവലിൻ ത്രോയ്ക്ക് വെള്ളി മെഡൽ ലഭിച്ച നീരജ് ചോപ്രയാണ്. അദ്ദേഹം ഏത് ത്രോയില് എറിഞ്ഞ ദൂരം നമ്മൾ പഠിച്ചിരിക്കണം. 89.45 മീറ്റർ ആണ്. 89.45 മീറ്റർ ആണ് നമ്മുടെ നീരജ് ചോപ്ര എറിഞ്ഞിട്ടുള്ളത്. അത് ഫീറ്റിലേക്ക് വരുമ്പോൾ 293.47 ഫീറ്റ് ആണ്. 293.47 ഫീറ്റ് ആണ്. 89.45 മീറ്റർ ദൂരം എറിഞ്ഞുകൊണ്ട് പുരുഷ ജാവലിൻ ത്രോ വിഭാഗത്തിൽ ഇന്ത്യയുടെ വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്രയാണ്. അങ്ങനെയാണെങ്കിൽ സ്വർണം നേടിയ വ്യക്തി ആരാണ്? പാകിസ്ഥാന്റെ ജാവലിൻ ത്രോ താരമായിട്ടുള്ള ആരാണ്? അർഷാദ് നദീമാണ്. അർഷാദ് നദീമാണ് സ്വർണം നേടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അർഷാദ് നദീമിനാണ് സ്വർണം നേടിയത്. അദ്ദേഹം എറിഞ്ഞ ദൂരം എന്ന് പറയുന്നത് 92.97 മീറ്റർ ആണ്. 92.97 മീറ്റർ ആണ് അർഷാദ് എറിഞ്ഞത്. അദ്ദേഹത്തിന് സ്വർണം ലഭിച്ചു. വെള്ളി ആർക്ക് ലഭിച്ചു? നീരജ് ചോപ്രയ്ക്ക് ലഭിച്ചു. വെങ്കലം ലഭിച്ചിട്ടുള്ളത് 3ാം സ്ഥാനക്കാരനായിട്ടുള്ള ആർക്കാണ്? ആൻഡേഴ്സൺ പീറ്റേഴ്സിനാണ്. ആൻഡേഴ്സൺ പീറ്റേഴ്സിനാണ്. ഗ്രനാഡക്കാരനായിട്ടുള്ള ആൻഡേഴ്സൺ പീറ്റേഴ്സിനാണ് 3ാം സ്ഥാനം ലഭിച്ചത്. 88.54 മീറ്റർ. എത്രയാണ്? 88.54 മീറ്റർ ആണ് അദ്ദേഹത്തിന്റെ ദൂരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മുടെ ജാവലിൻ ത്രോയുമായി ബന്ധപ്പെട്ട 1ാം സ്ഥാനം ലഭിച്ച വ്യക്തി അല്ലെങ്കിൽ സ്വർണം നേടിയത് ആർക്കായിരുന്നു? അർഷാദ് നദീമാനായിരുന്നു.
പാകിസ്ഥാൻ താരമാണ്. രണ്ടാം സ്ഥാനം നേടിയത് അല്ലെങ്കിൽ വെള്ളി മെഡൽ നേടിയത് ആർക്കായിരുന്നു? ഇന്ത്യയുടെ ജാവലിൻ ത്രോ പ്ലെയർ ആയിട്ടുള്ള നീരജ് ചോപ്രയ്ക്കായിരുന്നു. മൂന്നാം സ്ഥാനം ലഭിച്ചത് ആൻഡ്രോസ് പീറ്റേഴ്സിനാണ്. അപ്പൊ ജാവലിൻ ത്രോയുമായി ബന്ധപ്പെട്ട 3 മെഡലുകളും ആളുകളെയും നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇന്ത്യക്ക് ഒരു വെള്ളി മെഡലേ ഉള്ളൂ, അത് നീരജ് ചോപ്രയ്ക്കാണ്. ഇനിയുള്ളത് വെങ്കലമാണ്. വെങ്കലം നേടിയ വ്യക്തികളെ കുറിച്ച് നോക്കാം. ഒന്ന് നമ്മൾ മനു ഭാക്കറിനെ കുറിച്ച് നോക്കാം. മനു ഭാക്കർ എന്ന് പറയുന്നത് ഒളിമ്പിക് ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്. ഓക്കെ, അപ്പോൾ ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത്? മനു ഭാക്കർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് ഒരു ഗെയിംസിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ കായിക താരം കൂടിയാണ്. അപ്പോൾ ഈ ഒളിമ്പിക്സിൽ 2 വെങ്കല മെഡലിലാണ് മനു ഭാക്കർ നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഗെയിംസിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ കായിക താരം കൂടിയാണ് മനു ഭാക്കർ. അപ്പോൾ മനു ഭാക്കറിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. പാരീസ് ഒളിമ്പിക്സിൽ 2 വെങ്കല മെഡലുകളാണ് താരം നേടിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. മനു ഭാക്കർ ആണ് ആദ്യ ഇന്ത്യൻ വനിതയാണ്. എന്തിന്? ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. അതുപോലെ തന്നെ ഒരു ഗെയിംസിൽ 2 മെഡലുകൾ നേടുന്ന, സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സ് ഗെയിംസിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ താരം കൂടിയാണ് ആരെന്ന് പറയുന്നത്? മനു ഭാക്കർ. അപ്പൊ നീരജ് ചോപ്രയെ നോക്കി, മനു ഭാക്കറിനെ നമ്മൾ നോക്കി അല്ലെ. 2 മെഡലുകളാണ് മനു ഭാക്കറിനുള്ളത്. അടുത്തത് അമൻ സെഹ്റാവത്ത് ആണ്. അമൻ സെഹ്റാവത്ത് എന്ന് പറയുന്നത് ഗുസ്തി താരമാണ്. ഇന്ത്യൻ ഗുസ്തി സംഘത്തിലെ ഏക പുരുഷ താരമായിരുന്നു അമൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഗുസ്തി സംഘത്തിലെ ഏക പുരുഷ താരമായിരുന്നു ആരെന്ന് പറയുന്നത്? അമൻ. ഈ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം കൂടിയാണ്. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് അമൻ. ഓക്കെ ആണല്ലോ. അപ്പൊ അമനുമായി ബന്ധപ്പെട്ട് ഗുസ്തി പ്ലെയർ ആണ്. വെങ്കലം ലഭിച്ചു. ഏതിനാണ്? ഗുസ്തിക്കാണ് അവൻ എന്ത് ചെയ്തിട്ടുള്ളത്? വെങ്കലം ലഭിച്ചത്. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് ആരെന്ന് പറയുന്നത്? അമൻ സെഹ്റാവത്ത് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ 3 ആളുകളെ നോക്കി. അടുത്തത് ഇന്ത്യൻ ഹോക്കി ടീമാണ്. ഇന്ത്യൻ ഹോക്കി ടീം 2024 ഒളിമ്പിക്സിൽ എന്ത് നേടിയിട്ടുണ്ട്? വെങ്കലം നേടിയിട്ടുണ്ട്. അപ്പം 3-ാം സ്ഥാനത്ത് എത്തുമ്പോഴാണ് നമുക്ക് വെങ്കലം ലഭിക്കുന്നത്. 3-ാം സ്ഥാനത്തിന് എത്താൻ വേണ്ടിയിട്ട് സ്പെയിൻ ആയിരുന്നു എതിരായിട്ടുള്ളത്. 3-ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ സ്പെയിനെതിരെ 1-2 ഗോളുകൾ നേടിക്കൊണ്ടാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? വെങ്കല മെഡൽ കരസ്ഥമാക്കുന്നത്. അപ്പം നമ്മൾ ആരെ തോൽപ്പിച്ചു? സ്പെയിനെ തോൽപ്പിച്ചു. 1-2 ഗോളുകൾക്ക് ഇന്ത്യ എന്ത് ചെയ്തു? സ്പെയിനെ തോൽപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വെങ്കല മെഡൽ കരസ്ഥമാക്കുന്നത്. ടീമിന് വേണ്ടി ഗോൾ നേടിയത് ആരാണ്? ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ് എന്ത് ചെയ്യുന്നത്? ടീമിന് വേണ്ടി ഗോൾ നേടിയിട്ടുള്ളത്. അത് നമ്മൾ പഠിക്കുക. തുടർച്ചയായ 2-ാം ഒളിമ്പിക്സിലും ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മെഡൽ നേട്ടമുണ്ടായി. കഴിഞ്ഞ ഒളിമ്പിക്സിലും ഇന്ത്യക്ക് മെഡൽ ലഭിച്ചു. ഏത് ഐറ്റത്തിന്? ഹോക്കിക്ക്. ഈ ഒളിമ്പിക്സിലും ഇന്ത്യക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? വെങ്കല മെഡൽ നേടി. 52 വർഷത്തിന് ശേഷമാണ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ എന്ത് ചെയ്യുന്നത്? തുടർച്ചയായി മെഡൽ നേട്ടം ഉണ്ടാക്കുന്നത്. 52 വർഷങ്ങൾക്ക് ശേഷമാണ് അടുപ്പിച്ച് നടക്കുന്ന 2 ഒളിമ്പിക്സിൽ എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ ഹോക്കി ടീമിന് മെഡൽ നേട്ടം ഉണ്ടാക്കുന്നത്. അപ്പം ഒരു വെങ്കല മെഡലൂടെ ആയി അല്ലേ. അപ്പൊ ഹോക്കിക്ക് വെങ്കല മെഡൽ ലഭിച്ചു. അത് സ്പെയിനെ തോൽപ്പിച്ചുകൊണ്ടാണ് 1-2 ഗോളുകൾക്കാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന വെങ്കല മെഡൽ മത്സരത്തിൽ സ്പെയിനെ തോൽപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായി ഓർത്തു വെച്ചിരിക്കുക, തുടർച്ചയായ 2-ാം ഒളിമ്പിക്സിലും ഇന്ത്യക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വെങ്കല മെഡൽ അല്ലെങ്കിൽ മെഡൽ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. 52 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? തുടർച്ചയായി നടക്കുന്ന ഗെയിംസിൽ ഇന്ത്യക്ക് മെഡൽ നേട്ടം ഉണ്ടാകുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മുടെ ഹോക്കി ടീമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മുടെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ കായിക സംഘത്തിന്റെ തലവൻ ആരായിരുന്നു എന്ന് നമ്മൾ അറിയണം. ഷൂട്ടിംഗ് താരമായിരുന്ന ഗഗൻ നരംഗാണ്. ഗഗൻ നരംഗാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ കായിക സംഘത്തിന്റെ തലവനായിട്ട് നിയമിക്കപ്പെട്ടത്. അപ്പോൾ ഈ പറയുന്ന 2024 ഒളിമ്പിക്സിലെ പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യൻ കായിക സംഘത്തിന്റെ തലവൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? ഷൂട്ടിംഗ് താരമായിരുന്ന ആരാണ്? ഗഗൻ നരംഗാണ്. പേര് പഠിക്കുക. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പാരീസ് ഒളിമ്പിക്സിൽ മത്സരിച്ച പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ദിനിതി ദേസിംഗു.
ദിനിധി ദേശിംഗു. ദിനിധി ദേശിംഗു എന്ന് പറയുന്ന ആളാണ്. 14 വയസ്സാണ്, നീന്തൽ താരമായിരുന്നു. 14 വയസ്സാണ്, നീന്തൽ താരമായിട്ടുള്ള വ്യക്തിയാണ്. എന്ത്? പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം. നമ്മുടെ ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് പോയ സംഘത്തിന്റെ കായിക സംഘത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിരുന്നു ആര്? നീന്തൽ താരമായിട്ടുള്ള ദിനിധി ദേശിംഗു എന്ന് പറയുന്ന താരം. ഓക്കെ ആണല്ലോ. ഇനി ഏറ്റവും പ്രായം കൂടിയ താരം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ രോഹൻ ബോപ്പണ്ണയാണ്. എന്താണ്? ഏറ്റവും കൂടുതൽ പ്രായമുള്ള അല്ലെങ്കിൽ പ്രായം കൂടിയ ഇന്ത്യൻ താരമാരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഹൻ ബോപ്പണ്ണയാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ താരത്തെയും നമ്മൾ കണ്ടു, അതുപോലെ തന്നെ പ്രായം കൂടിയ താരത്തെയും കണ്ടു. അതുപോലെ തന്നെ 2024 പാരീസ് ഒളിമ്പിക്സ് കഴിഞ്ഞപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ച 2 താരങ്ങളുണ്ട്. വിരമിക്കൽ പ്രഖ്യാപിച്ച 2 താരങ്ങളുണ്ട്. ഒന്ന് വിനേഷ് ഫോഗോട്ടാണ്, ഗുസ്തി താരമായിട്ടുള്ള വിനേഷ് ഫോഗോട്ടും അതുപോലെ തന്നെ PR ശ്രീജേഷ് അല്ലേ, മലയാളി കൂടിയാണ്, ഹോക്കി താരമായിട്ടുള്ള PR ശ്രീജേഷും എന്ത് ചെയ്തു? വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഒന്നും കൂടി നോക്കാം. നമ്മുടെ കായിക സംഘത്തിന്റെ തലവൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതാരാണ്? ഗഗൻ നരങ്ങാണ്, ഷൂട്ടിംഗ് താരമായിരുന്നു. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ താരവും കുറഞ്ഞ താരവും. പ്രായം കൂടിയ താരമായിരുന്നു രോഹൻ ബോപ്പണ്ണയായിരുന്നുവെങ്കിൽ പ്രായം കുറഞ്ഞ താരം ആരായിരുന്നു? ദിനിധി ദേശിംഗു എന്ന് പറയുന്ന താരമായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ താരം. അതുപോലെ തന്നെ 2024 പാരീസ് ഒളിമ്പിക്സിൽ വിരമിക്കൽ, അതായത് ഇതിനുശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച താരങ്ങളാണ് ഒന്ന് വിനേഷ് ഫോഗോട്ടും അതുപോലെ തന്നെ മലയാളി കൂടിയായിട്ടുള്ള PR ശ്രീജേഷും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് നീരജ് ചോപ്രയെ കുറിച്ച് കുറച്ചും കൂടി നമ്മുടെ ബേസ് ആയിട്ട് അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. നീരജ് ചോപ്ര ഹരിയാന സ്വദേശിയാണ്. ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് വരുന്നത്? ഹരിയാന സ്വദേശിയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യം, കഴിഞ്ഞ ഒളിമ്പിക്സിൽ അദ്ദേഹം എന്ത് നേടിയിട്ടുണ്ട്? സ്വർണം നേടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നീരജ് ചോപ്ര ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയതിന്റെ ഓർമ്മയ്ക്ക് ഓഗസ്റ്റ് 7-ാം തീയതിയാണ് സ്വർണ്ണ മെഡൽ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ആ ദിവസം ദേശീയ ജാവലിൻ ദിനമായി ആചരിക്കുന്നു. ഓഗസ്റ്റ് 7 ദേശീയ എന്ത് ദിനമാണ്? ജാവലിൻ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. 2018 ഏഷ്യൻ ഗെയിംസ്, 2018 കോമൺവെൽത്ത് ഗെയിംസ് എന്നിവയിൽ ജാവലിൻ ത്രോ വിഭാഗത്തിൽ സ്വർണം നേടി. അദ്ദേഹത്തിന് 2018 നടന്ന ഏഷ്യൻ ഗെയിംസിലും അതുപോലെ തന്നെ 2018 കോമൺവെൽത്ത് ഗെയിംസിലും എന്ത് ലഭിച്ചിട്ടുണ്ട്? സ്വർണം ലഭിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അത്ലറ്റിക്സിലെ ഏതെങ്കിലും വിഭാഗത്തിൽ ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യൻ താരമാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യക്കാരനാണ്. അത്ലറ്റിക്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ എന്ത് ചെയ്യുന്നു? 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത്? നീരജ് ചോപ്ര എന്ന് പറയുന്ന വ്യക്തി. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ 2024 ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോ ജേതാവാണ്. ദോഹ ഡയമണ്ട് ലീഗിൽ 2023 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? മെഡൽ ലഭിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ്. ജാവലിൻ ത്രോയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ മത്സരങ്ങളും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? സ്വർണം ലഭിച്ചിട്ടുണ്ട്. 2018 ഏഷ്യൻ ഗെയിംസിൽ, 2018 കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? സ്വർണം ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ നീരജ് ചോപ്ര എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ ആണല്ലോ. നീരജ് ചോപ്രയെ കുറിച്ച് നമ്മൾ പഠിച്ചത് ഹരിയാന സ്വദേശിയാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം ലഭിച്ചു. ആ ദിവസം ഓഗസ്റ്റ് 7 ഓഗസ്റ്റ് 7. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ദേശീയ ജാവലിൻ ത്രോ ദിനമായിട്ടാണ് ആചരിച്ചു വരുന്നത്. ക്ലിയർ ആണല്ലോ. ആ ദിവസം ഒന്ന് പഠിച്ചു വെക്കണം നിങ്ങൾ കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്താണ് 2018 നടന്ന ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണം ലഭിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ എന്താണ്? ജാവലിൻ ത്രോയിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. അത്ലറ്റിക്സിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ആരെന്ന് പറയുന്നത്? നീരജ് ചോപ്ര എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പൊ നീരജ് ചോപ്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് കൂടാതെ നീരജ് ചോപ്രയ്ക്ക് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2018 രാജ്യം എന്ത് നൽകി? അർജുന അവാർഡ് നൽകി 2018. അതുപോലെ തന്നെ 2021 വരുമ്പോൾ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചു. 2018 അർജുന അവാർഡ്, 2021 ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചു. 2022 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ഇനി വരുന്ന എക്സാമുകളൊക്കെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വൈസ് ആണെങ്കിൽ ഇങ്ങനെയുള്ള വർഷങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. പത്മശ്രീ ലഭിച്ചത് 2022 ആർക്ക്? നീരജ് ചോപ്രയ്ക്ക്. നീരജ് ചോപ്രയ്ക്ക് ഒളിമ്പിക്സിൽ പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് 2022. അതുപോലെ തന്നെ 2020
വിശിഷ്ട സേവാ മെഡലും അതുപോലെ തന്നെ പരം വിശിഷ്ട സേവാ മെഡൽ 2022 ലഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട പുരസ്കാരങ്ങൾ അതുപോലെ തന്നെ രാജ്യം എന്ത് നൽകിയിട്ടുണ്ട്? പത്മശ്രീ നൽകിയിട്ടുണ്ട്. പ്രധാനമാണ്. പത്മശ്രീ നൽകിയ വർഷം 2022 നമ്മൾ ഓർത്തു വെക്കണം. അതുപോലെ തന്നെ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചത് 2021 2018 അദ്ദേഹത്തിന് എന്ത് നൽകി? അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ആ കാര്യങ്ങൾ പ്രധാനമായി ഓർത്തു വെച്ചിരിക്കുക. വിശിഷ്ട സേവാ മെഡൽ 2020 പരം വിശിഷ്ട സേവാ മെഡൽ എന്ന് പറയുന്നത് 2022 ലഭിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാന ബഹുമതികൾ എന്ന് പറയുന്നത്. നീരജ് ചോപ്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ലഭിച്ച ബഹുമതികളെ കുറിച്ചും അതുപോലെ തന്നെ വർഷങ്ങളെ കുറിച്ചുമാണ് നോക്കിയത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് PR ശ്രീജേഷിനെ കുറിച്ച് നോക്കാം. PR ശ്രീജേഷ് എന്ന് പറയുന്നത് മലയാളി താരമാണ്, ഹോക്കി താരമാണ് അല്ലേ? മലയാളി കൂടിയായിട്ടുള്ള ഹോക്കി താരമാണ് PR ശ്രീജേഷ്. ഇന്ത്യൻ ഹോക്കിയുടെ മതിൽ എന്നറിയപ്പെടുന്ന ഹോക്കി താരം. ഇതാണ് ഇന്ത്യൻ ഹോക്കിയുടെ മതിൽ എന്നറിയപ്പെടുന്ന ഹോക്കി താരം ആരാണ്? PR ശ്രീജേഷ് ആണ്. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളിയാണ്. 2014 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയെ നയിച്ചിട്ടുള്ള മലയാളിയാണ്. അതായത് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി കൂടിയാണ് ആരെന്ന് പറയുന്നത്? PR ശ്രീജേഷ് എന്ന് പറയുന്ന വ്യക്തി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇന്ത്യൻ ഹോക്കിയുടെ മതിൽ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളിയാണ് ആര്? PR ശ്രീജേഷ്. 2016 സീസണിലെ ഏറ്റവും മികച്ച പുരുഷ ഹോക്കി താരത്തിനുള്ള ധ്രുവ് ബത്ര അവാർഡ് ലഭിച്ച താരം. എന്ത് അവാർഡാണ്? ധ്രുവ് ബത്ര അവാർഡ് ലഭിച്ചു. ഏത് വർഷത്തിലാണെന്നറിയോ? 2016 അപ്പൊ നമ്മൾ PR ശ്രീജേഷിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ബഹുമതികളെ കുറിച്ച് കൂടി നമ്മൾ പഠിച്ചു പോകും. 2016 സീസണിൽ ഏറ്റവും മികച്ച പുരുഷ ഹോക്കി താരത്തിനുള്ള അവാർഡിന്റെ പേര് ധ്രുവ് ബത്ര അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. ക്ലിയർ ആണല്ലോ? ഒളിമ്പിക്സ് മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളിയാണ്. ഒളിമ്പിക്സ് മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളിയാണ് ആരെന്ന് പറയുന്നത്? PR ശ്രീജേഷ്. വെങ്കല മെഡലാണ് ടോക്കിയോ ഒളിമ്പിക്സിലും എന്ത് ചെയ്തിട്ടുണ്ട്? 2020 ടോക്കിയോ ഒളിമ്പിക്സിലും വെങ്കലം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കഴിഞ്ഞ ഒളിമ്പിക്സിലും എന്ത് ലഭിച്ചിട്ടുണ്ട്? മെഡൽ ലഭിച്ചിട്ടുണ്ട്. വേൾഡ് ഗെയിംസ് അത്ലറ്റിക് ഓഫ് ദി ഇയർ 2022 വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദി ഇയർ 2021 അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. 2021 വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദി ഇയർ 2021 അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി ഹോക്കി താരമാണ് 2021. ഇപ്പൊ 2021 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചു 2021. അതുപോലെ തന്നെ അത് ലഭിക്കുന്ന ആ അവാർഡ് ലഭിക്കുന്ന ആദ്യ മലയാളി ഹോക്കി താരം കൂടിയാണ് ആരെന്ന് പറയുന്നത്? PR ശ്രീജേഷ് എന്ന് പറയുന്ന വ്യക്തി. PR ശ്രീജേഷുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാന കാര്യങ്ങൾ നോക്കണം. ഇന്ത്യൻ ഹോക്കിയുടെ മതിൽ എന്നറിയപ്പെടുന്നു. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ PR ശ്രീജേഷ് എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് എന്നാണ് എന്ന് നോക്കണം. ഖേൽരത്ന അവാർഡ് ലഭിച്ച വർഷം 2021 ആ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളി ഹോക്കി താരം കൂടിയാണ് ആരെന്ന് പറയുന്നത്? PR ശ്രീജേഷ് എന്ന് പറയുന്ന വ്യക്തി. ക്ലിയർ ആണല്ലോ? അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ PR ശ്രീജേഷുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി. ഇനി അദ്ദേഹത്തിന് ലഭിച്ച പ്രധാന ബഹുമതികൾ. ഓക്കെ, പ്രധാന ബഹുമതികൾ 2021 എന്ത് ലഭിച്ചിട്ടുണ്ട്? ഖേൽരത്ന പുരസ്കാരം ലഭിച്ചു. അത് നമ്മൾ പറഞ്ഞല്ലേ? ഖേൽരത്ന പുരസ്കാരം 2021 ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2017 രാജ്യം അദ്ദേഹത്തിന് എന്ത് നൽകി? പത്മശ്രീ നൽകി ആദരിച്ചു. ഓക്കെ ആണല്ലോ? PR ശ്രീജേഷിന് പത്മശ്രീ ലഭിച്ച വർഷം 2017. 2015 അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2015 എന്ത് ലഭിച്ചിട്ടുണ്ട്? അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പ്രധാന ബഹുമതികൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കണം. പത്മശ്രീ 2017 ലഭിച്ചു. ഖേൽരത്ന അവാർഡ് 2021 ലഭിച്ചു. അർജുന അവാർഡ് 2015 ലഭിച്ചു. അപ്പൊ പ്രധാന ബഹുമതികൾ PR ശ്രീജേഷിന് ലഭിച്ചിട്ടുള്ള പ്രധാന ബഹുമതികൾ കൂടി നമ്മൾ ഈ ഒരു ഭാഗമായിട്ട് കണ്ടു കഴിഞ്ഞു. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? അടുത്തത് നമുക്ക് നമ്മുടെ മലയാളികൾ, ഈ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള മലയാളികൾ ആരൊക്കെയാണ് എന്ന് നോക്കണം. എത്ര പേര് പങ്കെടുത്തു? പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന കുറച്ച് ആളുകൾ പങ്കെടുത്തു. ഓരോരുത്തരായിട്ട് നോക്കാം. ആദ്യം നമുക്ക് PR ശ്രീജേഷ് അല്ലേ? ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹോക്കി താരമാണ്. PR ശ്രീജേഷ് മലയാളിയാണ്. HS പ്രണോയ്, ബാഡ്മിന്റൺ താരമായിട്ടുള്ള HS പ്രണോയ്, അദ്ദേഹം മലയാളിയാണ്. മറ്റൊന്ന് അബ്ദുള്ള അബൂബക്കർ, ട്രിപ്പിൾ ജമ്പ് താരമാണ് അബ്ദുള്ള അബൂബക്കർ. അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജമ്പ് താരമായിട്ടുള്ള അബ്ദുള്ള അബൂബക്കർ മലയാളിയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളികളാണ്. അതുപോലെ തന്നെ ഇനിയുള്ളത് റിലേയിൽ പങ്കെടുത്ത താരങ്ങളാണ്. മുഹമ്മദ് അജ്മൽ, മുഹമ്മദ് അനസ്, അമോജ് ജേക്കബ്,
മിജോ ചാക്കോ കുര്യൻ ഇത് മിക്സഡ് 4x400 മീറ്റർ റിലേയിലും പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 4x400 മീറ്റർ റിലേയിലും മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് ഉള്ള മലയാളി താരങ്ങളാണ് PR ശ്രീജേഷ് ഹോക്കിയിൽ പങ്കെടുത്തു, HS പ്രണോയ് ബാഡ്മിന്റൺ, അബ്ദുള്ള അബൂബക്കർ എന്ത് താരമാണ്? ട്രിപ്പിൾ ജമ്പ് താരമാണ്. ട്രിപ്പിൾ ജമ്പ് താരമായിട്ടുള്ള അബ്ദുള്ള അബൂബക്കർ എവിടെ ഉണ്ടായിരുന്നു? ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട്. 4x400 മീറ്റർ റിലേയിൽ പങ്കെടുത്ത താരങ്ങൾ മുഹമ്മദ് അജ്മൽ, മുഹമ്മദ് അനസ്, അമോജ് ജേക്കബ്, മിജോ ചാക്കോ കുര്യൻ എന്നിവരാണ്. അപ്പം നമ്മുടെ ഒളിമ്പിക്സ് 2024 നടന്നിട്ടുള്ള പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള പ്രധാന മലയാളികളുടെ പേര് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാരീസ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഒളിമ്പിക്സിന്റെ സ്റ്റാർട്ടിങ് ഓഗസ്റ്റ് മാസം 11 വരെ നീളുന്ന, ജൂലൈ 26 മുതൽ 11 വരെ നീളുന്ന ഗെയിംസിലെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ മെഡൽ നേട്ടം നമ്മൾ പഠിച്ചു. ഏതൊക്കെ രാജ്യങ്ങൾ 1, 2 സ്ഥാനം കരസ്ഥമാക്കി, അവരുടെ കൃത്യമായിട്ട് അവരുടെ സ്വർണം, വെള്ളി, വെങ്കലം ഒക്കെ നമ്മൾ ഈ ഒരു ഭാഗമായിട്ട് പഠിച്ചു പോകണം. ഇത്രയും കാര്യങ്ങൾ, പ്രധാന മലയാളികൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊരു വീഡിയോവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.